എന്താ മർദീര? അല്ല, കുതിര മുമ്പോട്ട് നടക്കുന്നില്ല, എന്തോ കണ്ട് ഭയന്ന പോലെ നിൽക്കുകയാണ്. എന്ത് കണ്ടെന്നാ പറയുന്നത്? എന്താ കാര്യം മർദീര? ഗ്രാമത്തലവൻ നമ്മളോട് പറഞ്ഞില്ലേ, കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാര് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവരാ. അവരെവിടെയൊക്കെയാ നിൽക്കുന്നെന്ന് അറിയില്ലല്ലോ. എന്തായാലും എല്ലാവരും തൊഴുതൊന്ന് പരിചയപ്പെട്ടേക്കാം. നമസ്കാരം ഉണ്ടേ അനിയാ, നമസ്കാരം. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്തുവാ? കണ്ണിൽ പെടാത്ത ഒരു തുണി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കാണണമെന്ന് വിചാരിച്ച് തുണിയെല്ലാം അരിച്ചു വെച്ചിട്ടായിരിക്കും അവർ കിടന്ന് കറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ? ആരെയാണ് നോക്കുന്നത്? വേതാളം, നിങ്ങൾ ഇവിടെ വന്ന് കുടുങ്ങിയല്ലേ ഞങ്ങളെ രാജാവിന്റെ അടുത്ത്? അമ്പയ്യോ, ഇനിയും തൊടുക്കൂ. ഇപ്പൊ ഞാൻ അമ്പ വിടുന്നത് കണ്ടോ? വേണ്ട, ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ലക്ഷ്യം വെച്ചത് ശരിയാ, പക്ഷെ കൊണ്ടില്ല. കിട്ടി കിട്ടി കിട്ടി. ഒന്ന് വേഗം വലിച്ചോണ്ട് പോവേ. മുക്കി മുക്കി. ഇനി നമുക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നാശമാക്കാൻ വന്ന 3 വേതാളങ്ങളെയും സംസാരിക്കുന്ന പക്ഷിയെയും വിഷച്ചിലന്തിയെ കൊണ്ട് കടിപ്പിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. അച്ഛൻ ഒന്ന് നിർത്തിക്കേ. ആ വേതാളത്തിന്റെ കണ്ണ് കണ്ട അച്ഛൻ പറയുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. ഓഹോ, എന്താ ഏതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ശിക്ഷ കൊടുത്ത പോരെ? ആ കറക്കുന്നത് നിർത്ത്. ആ വേതാളത്തിന്റെ വായിലിരിക്കുന്നത് എടുക്കോ. കുള്ളന്മാരുടെ മഹാരാജൻ, ഞങ്ങൾ വേതാളങ്ങളല്ല. വേതാളങ്ങളെപ്പോലെ വേഷമണിഞ്ഞിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾ വൈരനെല്ലൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കാമുകിയായ പവിഴമല്ലികയെ വേതാളങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതെന്തൊരു കഷ്ടമാ. അവളെ രക്ഷിക്കാൻ വേണ്ടിയും ഞങ്ങളുടെ നാട് രക്ഷിക്കാൻ വേണ്ടിയുമാണ് ഈ വേഷം അണിഞ്ഞുകൊണ്ട് വേതാളക്കോട്ട തേടി പോകുന്നത്. അങ്ങനെയാണോ? വീരനെ, അവന്റെ പല്ലൊന്ന് ഇളക്കി നോക്കിക്കേ. നല്ല കാര്യം. പാവങ്ങളെ ഇപ്പൊ കൊന്നുകളഞ്ഞേനെ. ആദ്യം തന്നെ ആ 3 പേരുടെയും കെട്ടഴിച്ചേ. സഭാഷ് മകളെ, രൂപത്തിന് പറ്റിയ ബുദ്ധി. കടുകിന്റെ അത്രേ ഉള്ളൂ, നാക്ക് കണ്ടില്ലേ? ഞാനാണ് കുള്ളന്മാരുടെ രാജാവ്, കൊക്കൈ ന്യൂട്ടൻ. ഇതെന്റെ പ്രിയപത്നി ഫ്ലെമിംഗ് സുന്ദരി. ഇവൾ ഞങ്ങളുടെ ഒരേ ഒരു പുത്രി എയ്ൻസ്റ്റീൻ കാമാക്ഷി. ഹായ്. ഓഹോ, വേതാളങ്ങൾ ഞങ്ങൾക്കും ശത്രുക്കളാണ്. അവര് സോമരസം കുടിക്കുമ്പോൾ ഞങ്ങളെ കുത്തി കുത്തി അച്ചാറ് പോലെ നക്കാറുണ്ട്. അത്ര കെച്ചികളാണവർ. ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞതിന് കാരണമേ ആ വേതാളങ്ങളാ. ശരി, എന്തായാലും ഞങ്ങളുടെ കുലമഹിമ കാട്ടി നിങ്ങളെ വരവേൽക്കുന്നു. ആരെവിടെ? ഊതട പി. പറഞ്ഞാട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്താ സഹായം വേണ്ടേ? വേതാളക്കോട്ടയിലേക്ക് പോകാനുള്ള വഴി അറിയാൻ വേണ്ടി. അതെന്താ, അയാളുടെ പേരെന്താ? മച്ചക്കാടൻ. മച്ചക്കൂടം. ആ മച്ചക്കൂടനെ ആദ്യം ഒന്ന് കാണണം. അദ്ദേഹത്തെ ഞങ്ങൾ നന്നായി അറിയും. അറിയാം, ഭാവിയെ പറ്റി അറിയുന്നവൻ. കൊട്ടാരത്തിനകത്ത് പോയിട്ട് പുറത്തു വരുന്ന വഴി അയാൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതെ അതെ, അയാള് തന്നെ. അദ്ദേഹവും ഞങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ഒരു കാര്യം ചെയ്യാം,
ഞങ്ങളുടെ പറക്കുന്ന പടനായകനായ ആൽബർട്ടിനെയും കാലാൾപ്പട പീറ്ററിനെയും നിങ്ങളുടെ കൂടെ അയക്കാൻ ഞാൻ. വളരെ നന്ദിയുണ്ട് മഹാരാജ. അച്ഛാ, ഞാനൊരു പെണ്ണായതുകൊണ്ട് എന്നെ ഒരു യുദ്ധത്തിനും കൊണ്ടുപോയിട്ടില്ല. ഈ വീരയുദ്ധത്തിന് എനിക്ക് പോയേ പറ്റൂ. ദയവായി എന്നെ പോകാൻ അനുവദിച്ചാലും. ഏ? ഉം. ഏ? ആ, സിക്കി സിക്കി. മുക്കി മുക്കി. എന്റെ മകള് കാമാക്ഷിയും നിങ്ങളുടെ കൂടെ വരും കേട്ടോ. നന്ദി രാജാവേ. ആ ശരി. ആൽഫ, ബീറ്റ, ഗാമ, വിജയത്തോടെ തിരിച്ചു വരൂ നിങ്ങൾ. ഉത്തരവ് രാജൻ. എന്റെ ദൈവമേ, അങ്ങനെ ശംഖുമലയുടെ താഴ്വാരത്തിലെത്തി. ആ, പീറ്റ, ഇതാണ് ആ വലിയ മച്ചക്കൂടന്റെ വീട്. അങ്ങുന്നേ, അങ്ങുന്നേ. അങ്ങുന്നേ, അങ്ങുന്നേ. എന്തോ ഈ കാട്ടിലുള്ള ഗുഹ ആടിയും മിണ്ടിയൊക്കെ ചെയ്യുന്നത്? മച്ചക്കുടൻ ഒരു ആമയായിരുന്നു. ആളിനെ വിളിച്ചതേ ആമ ഇറങ്ങി വന്നേക്കുന്നത്. എത്ര വലുതാ! നമസ്കാരമുണ്ടേ. അങ്ങുന്നേ, ഞാൻ കൊർക്കേ ന്യൂട്ടന്റെ മകൾ ഗാമ. ഇദ്ദേഹം മറുധീരൻ. ഇവർക്കൊരു പ്രശ്നമുണ്ട്. അങ്ങൊന്ന്. നീ മാത്രം എന്റെ മുമ്പിൽ വന്നു നിൽക്കൂ. പാറ ഉരുട്ടുക, പാത തുറക്കും. പാറ ഉരുട്ടു, പാത തുറക്കും. പേരുമാറ്റൂ, ശക്തി ലഭിക്കും. അത് മറക്കാതിരിക്കാനൊന്ന് വേഗം എഴുത്. എഴുതിക്കോ, വേഗം എഴുത്. ശരി, വേഗം എടുക്കണ. യൗവനം കിടക്കയിൽ കോട്ട നമുക്ക്. കോട്ട നമുക്ക്. കോട്ട നമുക്ക്. നെരുപ്പോട് താണ്ടി നെരിപ്പോട് തനിച്ചു പോ. തനിച്ചു പോവാനാ പറയുന്നേ. എന്നെ വിളിച്ചേക്കരുത്. സൂര്യൻ മറയ്ക്കും, ദണ്ടുടയ്ക്കൂ. സൂര്യൻ മറയ്ക്കൂ, ദണ്ടുടയ്ക്കൂ. ഇതെല്ലാം നീ ശരിയായി ചെയ്താൽ ലക്ഷ്യത്തിലെത്തിച്ചേരും. ഇതൊക്കെ എവിടെ ചെന്നെത്തുവോ എന്തോ. കഥ കടച്ചു കളഞ്ഞല്ലോ. ഇതിലും നല്ലതാ മൂപ്പിന്ന് കഥവ് തുറക്കാതിരുന്നാ മതിയായിരുന്നു. കൊടങ്കി, എന്തോ? മണ്ടന്മാർ ഒരുപാട് സംസാരിക്കും, ഓ, അർത്ഥം കുറവായിരിക്കും. ഓഹോ. വിവരമുള്ളവർ കുറച്ച് സംസാരിക്കും, അർത്ഥം ഒരുപാടുണ്ടായിരിക്കും. കൈയെടുക്ക. കുറച്ച് സംസാരിച്ചോട്ടെ, പക്ഷെ ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാതെ പ്രാന്തമാരെ പോലെ ആരെങ്കിലും സംസാരിക്കുമോ? അവന്റെ ചാണത്താല മുഴുവൻ ആവത്തുപ്പി നാശമാക്കി. നാക്ക് ശരിയല്ലേ ഇങ്ങനെ ഇരിക്കും. ചേട്ടാ, ഇപ്പോഴാ ചേട്ടൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. കരടി കാർക്കിച്ചു തുപ്പിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാ ഒരാമ ഇങ്ങനെ കാർക്കിച്ചു തുപ്പിയത് നേരിട്ട് കാണുന്നത്. ഇന്നാ വാങ്ങിച്ചോളൂ. ഇതാ ഒരു കഷ്ണം മതി, ഒരു ദിവസത്തേക്ക് മതിയാവും. അല്ല, ആൽഫ ബീറ്റ ഗാമയുടെ? ഗാമ സോമന്റെ അടുത്ത് ഇപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നിങ്ങളോ? ഞാനും കഴിച്ചു. ഞാൻ കണ്ടതിൽ വെച്ച് ഈ മഹാലോകത്ത് നിങ്ങളുടെ ഈ മിഴിയഴക് വേറൊരു സ്ത്രീക്കുമില്ല. അവൻ ഇതിനു വേണ്ടി എന്തോന്നിരിക്കുന്നത് അവളോട് പറയാൻ. എന്നിട്ട് അവളെ കണ്ണിലോട്ട് നോക്കി കവിതയും. അയ്യോ, എന്തിനാ കരയുന്നേ? ഈ സൗന്ദര്യം കണ്ടപ്പോ തന്നെ എന്റെ ഹൃദയം രണ്ടായി പിളർന്നുപോയി. ആ, അതെ ഗാമ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. സോമ, കാമ, സോമ, കാമ. ഇനി ഉമ്മ കൊടുക്കാത്തന്റെ കുഴപ്പം കൂടെ ഉള്ളു. അതിനു കൂടെയുള്ള യോഗ്യത നിനക്കില്ലല്ലോ, മിണ്ടാതിരിക്കെ.
ഇവിടുന്ന് നമ്മൾ എങ്ങനെ അക്കരയ്ക്ക് പോകുമെന്ന് പറ. കണ്ടാ നരകത്തിൽ പോകുന്ന പോലെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പോകും? നിങ്ങൾ പറയുന്നതിനും തെറ്റൊന്നുമില്ല. ബാക്കി പാലം കെട്ടി കഴിയുമ്പോഴേക്കും വർഷങ്ങൾ കഴിയും. ഞാനൊന്ന് പറയട്ടെ, ശൂരൻ നമ്മളെ പൊക്കിക്കൊണ്ടുപോയാലോ? മൂതി നമുക്ക് പോകാം. അവരെ ആരാ പൊക്കിക്കൊണ്ടുവരുന്നത്? കാല് തെറ്റി വീണാൽ കർമ്മം ചെയ്യാൻ പോലും വസ്തു കിട്ടില്ല. പേടിപ്പിക്കാൻ വേണ്ടി കൂടെ വരുമല്ലേ? പാറ ഉരുട്ടു പാത തുറക്കും, പാറ ഉരുട്ടു പാത തുറക്കും. കുഴി ചാടിക്കാനുള്ള പരിപാടിയാണോ? പാറ ഉരുട്ടു പാത തുറക്കും. എവിടെ പാറ? ഇതെന്താ നവഗ്രഹങ്ങളെ ചുറ്റുന്ന പോലെ ചുറ്റുന്നേ? ഇവന്റെ കറക്കം കണ്ടിട്ട് എന്റെ തല കറങ്ങുന്നല്ലോ. എന്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ഈ കല്ലെടുത്തോണ്ട് പോയി ആ കുഴിയിലിടണം. പൊക്ക്, 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 പൊക്ക്. ആ അങ്ങനെ തന്നെ. മരുത സൂക്ഷിച്ച്. പൊക്കി. വില വില. ആ, പിടി. കാലിലിടരുത്. ആ, ആ. താഴെ തന്നെ. പൊക്ക്, പൊക്ക്, പൊക്ക്. അങ്ങനെ, അങ്ങനെ. ആ. ഇതെന്താ ഭൂമി മൊത്തം കുലുങ്ങുന്ന പോലെ ഉണ്ടല്ലോ. വന്നല്ലോ. എന്താ ഇത്?